അപ്പം ഇന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്തുട്ടാന്ന് പരിചയപ്പെടുത്തണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റംബൂട്ടാൻ കായ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റംബൂട്ടാൻ കായ ഞാൻ കാണിച്ചു തരാം. ആ കായ ഇതാണ് കായ. ഈ റംബൂട്ടാൻ കായ കഴിച്ചിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെളുത്തിട്ട് ഒരു കഴുമ്പുണ്ടാവും നമുക്ക്. അതാണ് നമ്മൾ ശരിക്കും എല്ലാവരും കഴിക്കുക. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ട് അതിൻ്റെ കുരു ചില ആൾക്കാർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ രോഗത്തിന് ചില രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കണമെന്നാണ് പറയുന്നത് കേട്ടത്. ഞാൻ കഴിച്ചിട്ടില്ല ഈ സാധനം. കുരു കഴിച്ചിട്ടില്ല, കഴുമ്പ് കഴിച്ചിട്ടുണ്ട്. കഴുമ്പ് കഴിച്ചിട്ടൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല സാധനമാണ്. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യയ്ക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കുകയാണിത്. ദൈവം ഇടപെട്ട ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഇത് ഒരു 5-6 ആൾ തൊലി പൊളിച്ച് കഴിച്ച് തന്നെയല്ല കുരു കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ കുരു കഴിച്ചു. ആ കുരു കഴിച്ചപ്പോൾ കഴുമ്പും കഴിച്ചു, കുരും കഴിച്ചു. ആ കഴിച്ച് വയറിലെത്തിയ വശം തൊട്ട ആൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയെന്ന് പറയുന്നത് ആകെ ദേഹമാകെ തടിച്ചു. പിന്നെ ആ ചൂടൊക്കെ പൊന്തുമ്പോൾ നമുക്കുണ്ടാവുന്നില്ല. ഞാൻ നേരിൽ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ തടിച്ചതിന് ശേഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കപ്പോൾ തന്നെ പെട്ടെന്നാണ് ആൾ ആകെ മാറിക്കൊണ്ടിരിക്കുന്നത്. നീര് വന്നപ്പോൾ പിന്നെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഈ മുഖം ഇങ്ങനെ വലിഞ്ഞിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുക്കുക. അപ്പോൾ ഈ ഞരമ്പുകളെല്ലാം വലിയാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു മാതിരി മുഖം പോലെ ഈ മുഖം ഇങ്ങനെ വലിഞ്ഞ് ഇവിടേക്ക് ഇങ്ങനെ നീര് വന്ന് തൂങ്ങുകയല്ല ചെയ്ത്, ഇങ്ങനെ വലിയ ചെയ്ത്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇവിടെ നിങ്ങളൊക്കെ ഇങ്ങനെ ഞരമ്പ് പിടിച്ച് വലിക്കണ പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞു. എൻ്റെ നാത്തൂൻ എൻ്റെ തൊട്ട് താമസിക്കുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് മാറാൻ പോയത്. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ചേച്ചിമാരെ വിളിച്ച് കൂടെ ആശുപത്രി കൊണ്ടുപോകാൻ എന്തോ ഒരു സീരിയസ് ആണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ദൈവം തോന്നിപ്പിച്ചു. ആളോട് പറയുകയും ചെയ്തു. അപ്പോൾ ആൾക്കും അത് എന്തോ ഒരു സീരിയസ് പോലെ തോന്നി. അപ്പോൾ ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടൽ നിങ്ങൾക്ക് അതുണ്ടായി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു അനുഭവ സാക്ഷിയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ചേച്ചിമാരെ ചെന്ന് വന്നു. ആൾ ഡ്രസ്സ് മാറുമ്പോൾ അവിടെ ചെല്ലുന്നു നോക്കുന്ന സമയത്ത് ഈ ആൾക്ക് ഓർമ്മയില്ലാതെയാണ് ഇരിക്കുന്നത്. അതിങ്ങനെ ഓർമ്മയില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എപ്പോഴോ അവിടെ വീണുണ്ട്. അത് ആ വീട്ടിലെ ആൾക്കാരില്ല, നാത്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എപ്പോഴും വീണിട്ടുണ്ട്. ആ അവിടുന്ന് എഴുന്നേറ്റ് ആൾ കസാരയിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ കസാരയിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ മൂത്ത നാത്തും ചെന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് ബോധവുമില്ല, ഛർദ്ദിച്ചിട്ട് മേലാകെ ഛർദ്ദിച്ച് കിടക്കുകയാണ്. അപ്പോൾ കളറൊക്കെ മാറി ആകെ രൂപങ്ങളും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഛർദി കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഇത്തിരി ആശ്വാസമായി. പിന്നെ ആൾക്ക് ശരിക്കും സാധാരണ നടക്കണ പോലെ നടക്കാനും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ഇത് റംബൂട്ടാൻ കായ കഴിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. റംബൂട്ടാൻ കായയുടെ പഴം കഴിക്കണതിന് യാതൊരു തടസ്സവും ഇല്ല. നിങ്ങൾ ധൈര്യം പോലെ പഴം കഴിച്ചോളൂ. പഴം കഴിച്ചിട്ട് ആർക്കും കേട്ടിട്ടില്ല. പിന്നെ കുരു കഴിക്കുന്നവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അലർജി ഉണ്ടാവും. നമ്മൾ എന്ത് സാധനത്തിനും നമുക്ക് എല്ലാവർക്കും അല്ലാതും പറ്റില്ല. അപ്പോൾ ഈ ചേച്ചിക്കുണ്ടായത് അലർജി ആയിരിക്കാം. പലരും സ്ഥിരം കഴിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചിക്കുണ്ടായത് അലർജി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് എന്തെങ്കിലും ഇതിപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കഴിച്ചിട്ട് ആർക്കെങ്കിലും അലർജി ആയിട്ട് ഇതുപോലെ തോന്നുന്നുണ്ട്, പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ പരമാവധി ഛർദ്ദിക്കാൻ നോക്കുക. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ രക്ഷപ്പെടും. അല്ലെങ്കിൽ നമുക്ക് പല അവയവങ്ങൾക്ക് അത് ബാധിക്കും. അതൊരു വിഷാംശം പോലെയാണ് വരുന്നത്. അപ്പോൾ പരമാവധി കുരു കഴിക്കേണ്ടാതിരിക്കാൻ നല്ലതെന്ന് തോന്നണേ. ഇനി കഴിക്കുന്നവർ കഴിച്ചോളെ, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അലർജി ഉള്ളവർ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവുക. പരമാവധി അത് ഛർദ്ദിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് ഛർദ്ദിച്ച് കളയാൻ നോക്കുക. കുറേ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് ഛർദ്ദിച്ച് കളയാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്ര ബാധിക്കില്ല. നാത്തൂന് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിലുണ്ടായത്. നടക്കാനടക്കം ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോഴേക്കപ്പം മരുന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് പോയത്. അപ്പോഴേക്കപ്പം മരുന്ന് ചെയ്തു. ആൾ അപ്പോഴേക്കപ്പം തന്നെ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മരണ മുഖത്തു നിന്നാണ് ആൾ രക്ഷപ്പെട്ടു പോകുന്നത്.
ഒരു യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മരുന്നുകളും ഇത് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞ കാരണം ഡോക്ടർക്ക് പെട്ടെന്ന് ചികിത്സിക്കാനും സാധിച്ചു. അപ്പോൾ അങ്ങനെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ 2-3 ദിവസം അതിൻ്റെ മരുന്നിൻ്റെ ഒരു ഈ കഴിച്ചതിൻ്റെ ഒരു ചെറിയൊരു ശരീരത്തിന് ചെറിയൊരു ഒരു കുഴച്ചിൽ പോലെ ഉണ്ട്. എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ സാധാരണപടി തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് റംബൂട്ടാൻകായ് കഴിക്കാതെ ആയിരിക്കരുത്, കഴിച്ചോളൂ. പക്ഷേ കുരു കഴിക്കുമ്പോൾ ഇതേപോലെ അലർജി ഉള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ളവരോട് പറയുക, പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവുക. അപകടം ആരും വരുത്തി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അലർജിയിലാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും ഇതില്ല. അപ്പോൾ ഇതൊരു വീഡിയോ ഇതൊരു സാക്ഷ്യം പോലെയാണ്. ദൈവമാണ് ഇടപെട്ടത്. നാത്തുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തും സംഭവിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ സാധിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കൂടി സാക്ഷിയാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത കാര്യം പറഞ്ഞിട്ട് വരാം കേട്ടോ.